ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 697 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെഹെസ്കേൽ പ്രവചനം 36 അധ്യായം 25-26 തിരുവചനങ്ങളാണ്. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ അതിൻ്റെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് തരും. ഈ വചനങ്ങൾ സമ്പൂർണമായ ഒരു മാറ്റത്തെക്കുറിച്ചാണ് വിളിച്ചു പറയുന്നത്. വീണുപോയ മനുഷ്യന് ഏറ്റവും ആവശ്യമായതാണ് ദൈവം വാഗ്ദാനം ചെയ്യുന്നത്. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? മറ്റുള്ളവരെ ആദരിക്കാതെ, സ്നേഹവും കരുതലും നൽകാതെ, കല്ലായിട്ടുള്ള ഹൃദയങ്ങളുടെ ഉടമകളായിട്ടാണോ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് എന്ന് പരിശോധിക്കണം. അങ്ങനെയാണ് നമ്മൾ ജീവിച്ചത് എങ്കിൽ ദൈവം നമുക്കായിട്ട് ഒരു അവസരം നൽകുകയാണ്. അനുതപിക്കുന്ന ഏതൊരു പാപിക്കും ഈ അവസരം എപ്പോഴും ദൈവം നൽകുന്നുണ്ട്. നമ്മൾ ചെയ്തു പോയ സകല പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറായാൽ ദൈവം നമ്മുടെ സകല മലിനതകളെയും നീക്കി സകല വിഗ്രഹങ്ങളെയും ഉടച്ചു കളഞ്ഞ് നമ്മളെ ശുദ്ധീകരിക്കും. നമുക്ക് പുതിയൊരു ഹൃദയത്തെ ദൈവം നൽകും. ദൈവം തൻ്റെ ആത്മാവിനെ അതിൻ്റെ ഉള്ളിലേക്ക് പകർന്നു നൽകും. ദൈവിക പ്രമാണങ്ങൾ എല്ലായ്പ്പോഴും പിന്തുടരുവാൻ തക്കവണ്ണം ഒരു ആന്തരിക ശക്തിയും ദൈവം നമുക്ക് നൽകും. പ്രിയമുള്ളവരെ, നമ്മുടെ കല്ലായിട്ടുള്ള ഹൃദയങ്ങൾ ഇല്ലാതായി മാംസമായുള്ള ഹൃദയത്തിനുടമകളായി തീരുവാൻ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എപ്പോഴും ചേർന്നിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി നമുക്കെന്നും പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.